8 വർഷത്തിനിടെ LDF സർക്കാർ വഖഫ് ബോർഡിന് നൽകിയത് 27.28 കോടിയുടെ സാമ്പത്തിക സഹായം. സംസ്ഥാനത്തെ ഏക്കർ കണക്കിന് ഭൂമി അന്യാധീനപ്പെടുത്താൻ ശ്രമിക്കുന്ന വഖഫ് ബോർഡിന് ആകെ ഉള്ളത് 45.30 സെന്റ് സ്ഥലമാണെന്നും വിവരാവകാശ മറുപടി. വിവരാവകാശ പ്രവർത്തകനായ കൊച്ചി വാഴക്കാല സ്വദേശി MK ഹരിദാസിനാണ് വഖഫ് ബോർഡ് ആസ്തി സ്വത്ത് വിവരങ്ങൾ കൈമാറിയത്. വഖഫ് അധിനിവേശ വിരുദ്ധ സമരം കത്തി നിൽക്കുമ്പോഴാണ് വഖഫ് ബോർഡിന് സ്വന്തമായുള്ളത് തുച്ഛമായ ആസ്തിവകകളാണെന്ന വിവരാവകാശ മറുപടി. 45 സെന്റ് സ്ഥലമാണ് വഖഫ് ബോർഡിനുള്ളത്. വഖഫിന്റെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കലൂരിലെ 9 സെന്റ് സ്ഥലവും കോഴിക്കോട് കണ്ടെത്തിയ 24.45 സെന്റ് സ്ഥലവും ബ്രോഡ്വേയിലുള്ള 11.7 സെന്റ് സ്ഥലവുമാണ് ആകെയുള്ളത്. LDF സർക്കാരുകൾ വഖഫ് ബോർഡിന് നൽകിയിട്ടുള്ളത് 27.28 കോടിയുടെ സഹായങ്ങളാണെന്നും വിവരാവകാശ പ്രവർത്തകനായ MK ഹരിദാസ് പറഞ്ഞു. വഖഫ് ബോർഡിന് സ്വന്തമായിട്ട് ഭൂമിയൊന്നുമില്ല, 41.7 സെന്റ് ഭൂമിയേ ഉള്ളൂ എന്നൊരു ഭാഗത്ത് പറയുന്നു. മറുഭാഗത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട കണ്ണായ പല സ്ഥലങ്ങളും പലരും കൈവശം വെച്ച് വർഷങ്ങളായി അനുഭവിക്കുന്നത് തങ്ങളുടേതാണെന്നൊരു വാദമുഖവുമായി മുൻപോട്ട് വരുന്നു. 476 കേസുകൾ നടക്കുന്നതായിട്ട് പറയുന്നു. അന്യാധീനപ്പെട്ട ഭൂമിയുടെ കേസുകൾ നടക്കുന്നതായിട്ട് പറയുന്നു. വഖഫ് ബോർഡിന്റെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റം ദുരൂഹമായ വിവരങ്ങളാണ് പുറത്തു വരുന്നതും ഈ വിവരാവകാശ നിയമത്തിലൂടെ ലഭിച്ച മറുപടിയിലൂടെ വ്യക്തമാകുന്നത്. വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടതുമായി ബന്ധപ്പെട്ട് 446 കേസുകൾ നടക്കുകയാണെന്നും മതിപ്പ് വില കണക്കാക്കിയിട്ടില്ലെന്നും വിവരാവകാശ മറുപടിയിലുണ്ട്. വഖഫ് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം, മേൽനോട്ടം എന്നിവയും വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണവുമാണ് ബോർഡിന്റെ പ്രവർത്തന ഉദ്ദേശങ്ങളെന്നാണ് കേരള സംസ്ഥാന വഖഫ് ബോർഡ് മുഖ്യ കാര്യാലയത്തിൽ നിന്നുള്ള മറുപടി. ജനം, കൊച്ചി.